ഗൈസ് പണി കഴിക്കുന്നു ഗൈസ്. പനി അടിച്ചു ഗൈസ്. ഇന്നലെ തൊട്ട് വയ്യ. വൈകിട്ട് ഇന്നലെ തൊട്ടേ ഒരു രക്ഷയില്ലാതെ നിൽക്കുക. പനിയായി ഗൈസ്. ഇപ്പം മരുന്ന് മേടിക്കാൻ പോകും. ഒരു രക്ഷയില്ല. ഭയങ്കര മേല് വേദനയും ഭയങ്കര ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. ഭയങ്കര തളർച്ചയും ആപ്പാട് വല്ലാത്ത അവസ്ഥയിലാണ് ഗൈസ്. ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ശരിയായാൽ ഭയങ്കര ചുമയും തളർച്ചയും ഫുഡൊന്നും കഴിക്കാനും. ഇന്നലെ ഫുഡൊന്നും ഒരു സാധനം കഴിച്ചിട്ടില്ല. കിടപ്പായിരുന്നു ഇന്നലെ. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഏകദേശം കുറവുണ്ട്. എന്നാലും ഇങ്ങോട്ട് കാണിച്ചേക്കാന്ന് വെച്ച്. ഇപ്പം ഹോസ്പിറ്റലിൽ പോകണമെന്നേക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ട് വേറൊരു പണിയാണ്. ഇനി ബസ്സിന് പോകണം. മഴയും കൂടി ആയതുകൊണ്ട് ഭയങ്കര പാടാണ്. നോക്കട്ടെ ഗൈസ്. അപ്പോൾ പോകാനായിട്ടിരിക്കുക ഗൈസ്. ഞാൻ അത് കഞ്ഞി കുടിക്കുന്നു. ഇപ്പോൾ വേറൊന്നും കഴിക്കാണ്ട് തോന്നുന്നില്ല ഗൈസ്. കഞ്ഞി ഞാൻ അത്യാവശ്യം കുടിക്കാൻ തോന്നുന്നു. ചൂട് ഇനി ഉപ്പൊക്കെ ഇട്ടാകുമ്പോൾ കഴിക്കാണ്ട് തോന്നുന്നു. വേറെ ഒരു സാധനം കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ അത് കഞ്ഞിയും പപ്പടവും വെണ്ടക്ക തോരൻ. അപ്പോൾ അതാണ് കഴിക്കുന്നത്. കഞ്ഞിയും പപ്പടവും വെണ്ടക്ക തോരൻ. അപ്പോൾ കഴിക്കട്ടെ ഗൈസ്. ഇവിടെ എനിക്ക് പോകാനും അറിയും. നല്ല മഴ, അത്യാവശ്യം നല്ല മഴയാണ് ഗൈസ്. ഇവിടെ പോകാൻ തുടങ്ങിയപ്പോൾ നല്ല മഴയാണ് ഗൈസ്. നോക്കട്ടെ. ബസ്സിന് പോകണം. ഇപ്പോൾ 10:30 എന്തോ ബസ്സുണ്ട്. അപ്പോൾ അതിന് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ കഞ്ഞി കുടിക്കട്ടെ ഗൈസ്. ശരി ഗൈസ്. ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നു. ഇപ്പം തന്നെ 10:18 10:20 വണ്ടി. അപ്പം നടക്കട്ടെ ഗൈസ്. അപ്പോൾ ഇപ്പോൾ വണ്ടി വരും. അപ്പം മഴയെന്ന് പറഞ്ഞാൽ പോയും വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുറവുണ്ട്. അതാണ് ഇപ്പോൾ ഇറങ്ങിയത്. നേരത്തെ നല്ല മഴയായിരുന്നു. ഇപ്പം കുട എടുത്തില്ല ഗൈസ്. മറന്നു പോയി. ഇനി കുട ഉണ്ടെങ്കിൽ കുട എടുത്തില്ല. ആ കുഴപ്പമില്ല. അപ്പം ഞാൻ നടക്കണ ഗൈസ്. ഇപ്പം ബസ് വരും. അപ്പം ശരി ഗൈസ്. അങ്ങനെ ഗൈസ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. അപ്പം എത്തി. ബസ് ഇറങ്ങിയപ്പം എത്തി ഗൈസ്. ഇപ്പം ഇതാണ് ഹോസ്പിറ്റൽ. അപ്പോൾ കാണിക്കട്ടെ ഗൈസ്. കാണിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാൻ ഗൈസ് ഓപ്പൺ ടിക്കറ്റ് പോവാ ഭയങ്കര. അങ്ങനെ ഞാൻ ഡോക്ടറെ കാണാണ്ടിരിക്കുക. അപ്പം അവിടെ ഓരോ നമ്പറുണ്ട് ടോക്കണിന്. അപ്പോൾ എൻ്റെ 105-ാമത്തെ നമ്പറാണ്. അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഓരോ ആൾക്കാരെ നമ്പർ അനുസരിച്ച് ഇവിടെ കയറ്റത്തുള്ളൂ ഡോക്ടർ. അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പം അങ്ങനെ അവിടെ കുത്തിയിരിക്കണം. അങ്ങനെ ഞാൻ കുറച്ച് നേരം നിന്ന് ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്ന് പറഞ്ഞ് ബസ് വന്നു ഗൈസ്. അപ്പം ബസ്സിൽ കയറി ഞാൻ നേരെ വീട്ടിലോട്ട് പോരുമ്പോൾ മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട്. അപ്പം അങ്ങനെ വരുക. കുറേ നാളായി ഞാൻ ബസ്സിലൊക്കെ കയറിയിട്ട്. ഇവിടുത്തെ വണ്ടി വന്നപ്പോൾ അങ്ങനെ ബസ്സിൽ കയറത്തില്ല. അപ്പം എനിക്കൊരു ചെറിയതുണ്ടായിരുന്നു ബസ് ഉണ്ടാവുമോ ആ വഴി. അപ്പം ബസ് കിട്ടി ഗൈസ്. അങ്ങനെ വീട്ടിലോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗൈസ് ഞാൻ മരുന്നൊക്കെ മേടിച്ചത് ഇപ്പോൾ വീട്ടിൽ വന്ന് കയറിയുള്ളൂ. അപ്പം മരുന്ന് മേടിച്ച് ഗൈസ്. അപ്പോൾ കഴിച്ച് നോക്കട്ടെ. ഇനി കുറഞ്ഞില്ലെങ്കിൽ ഒന്നുകൂടി ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ പാരസിറ്റമോളും ഒരു ചുമയുടെ ഒരു മരുന്ന് ഒരു സിറപ്പും തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ച് നോക്കട്ടെ ഗൈസ്. എൻ്റെ പൊന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പനി. എനിക്ക് പനി വരും. എന്നാലും ഇന്നലത്തെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയുണ്ട്. ഒരു വൈകുന്നേരമായപ്പോൾ പിന്നെ മഴയൊക്കെയോട് പിന്നെ പോകാനുള്ള ഇത് കിട്ടിയില്ല. രാത്രിയായില്ലേ. ഞാൻ പറഞ്ഞ് മാറുമായിരിക്കും. കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞപ്പം കുറഞ്ഞു വന്നു. പിന്നെ അങ്ങനെ ഇരിക്കാൻ ഗൈസ്. ഇപ്പോൾ രാവിലെ എപ്പോൾ പോകാമെന്ന് വെച്ചാൽ ഇങ്ങനെ ബസ്സിൽ കയറി പോയിട്ട് അടിക്കടി വന്ന് കയറിയല്ലോ. ഓ അതാണ് ഇന്നത്തെ അവസ്ഥ. ഒരു വല്ലാത്ത അവസ്ഥയാണ് ഗൈസ്. ഇപ്പോഴത്തെ പനി നോക്കണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിൽ പോയാൽ. ഇപ്പം ഓരോ പനി ഇപ്പോൾ വന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പനിയായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കാണ്ട് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകുക. പറയാൻ പറ്റത്തില്ല. അപ്പം റെഡിയായി വന്നാൽ ഗൈസ്. ഇനി ഫുഡൊന്നും കഴിക്കാണ്ടുള്ള ആയിട്ടില്ല. വിശപ്പൊന്നും ആയിട്ടില്ല. കഞ്ഞിയൊക്കെയാണ് കുടിക്കണം. വേറൊന്നും കഴിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. കഞ്ഞിയൊക്കെയാണ് മയം കുറച്ച് കുടിച്ച് ഇരിക്കുക. എന്ത് പറയാനാണ് ഗൈസ്. അപ്പോൾ ശരി ഗൈസ്.